ഇത് മലയാളം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. ഉം. ഈ ചോദ്യത്തിൽ കവിതയുടെ പ്രമേയം, ഭാവം, ശബ്ദഭംഗി, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കുക എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മലയാളത്തിലുള്ള ഏതെങ്കിലും ചാപ്റ്റർ ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ അതിൻ്റെ ആസ്വാദനം നമുക്ക് എന്ത് ചെയ്യണം? തയ്യാറാക്കണം. എന്തുവാണ് ആസ്വാദനം? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സാം സ്കില്ലാണ് കേട്ടോ. എന്താണ് എക്സാം സ്കില്ല്? എക്സാം സ്കില്ല് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സാം സ്കില്ല് എന്ന് പറഞ്ഞാൽ എക്സാം എത്ര നന്നായി എഴുതാം കേട്ടോ. അത് നമുക്ക് നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും എക്സാം എത്ര നന്നായിട്ട് എഴുതാം എന്നുള്ളതാണ് എക്സാം സ്കില്ല്. ചിലപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും എക്സാമിന് ഇരിക്കുമ്പോൾ മറന്നു പോകും, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എക്സാം ടെൻഷനായി പോകത്തില്ലേ? നമ്മൾ പഠിച്ചത് മറന്നുപോയി എന്നും പറഞ്ഞ്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഉള്ള ഒരു സ്കില്ലാണ് എക്സാം സ്കിൽ. അപ്പോൾ ആ എക്സാം സ്കില്ലുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് മറന്നു പോയാലും നമുക്ക് എന്ത് ചെയ്യാം? അത് വെച്ചിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ പഠിച്ചും കൂടെ കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ പ്രയോഗിക്കാൻ പറ്റും. പഠിച്ചില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ജയിച്ചു പോകാം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ എഴുത്തിനെ കൊണ്ടുവരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഏത് ചാപ്റ്ററിലെ ആണെന്നോ നമുക്ക് പഠിക്കാനുള്ളതാണെന്നോ ഒന്നും നമുക്കറിയത്തില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ. ഇനി അതിനകത്ത് ചോദിച്ചേക്കുന്ന കവിതയുടെ പ്രമേയം എന്നാണ്, അല്ലേ? അതേപോലെ ഭാവം, ശബ്ദഭംഗി, സമകാലിക പ്രസക്തി, ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. അപ്പോൾ ഇതൊരു കവിതയാണെന്ന് മനസ്സിലായി, ശരിയല്ലേ? ഓക്കെ. ആ കവിതയുടെ പേര് ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ, ശരിയാണോ? അത് എഴുതിയേക്കുന്നത് ആലങ്കോട്ട് ലീലാകൃഷ്ണൻ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വായിച്ചാൽ ഇനി അപ്പം നമുക്ക് മനസ്സിലാവുന്ന എന്തോ? ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ഇനി എനിക്ക് ആരും ഇല്ല എന്നുള്ള തോന്നലിൽ നിന്നാണ് ഈ കവിത എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് വേറെ ആരുമില്ല, നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള തോന്നലിൽ വെച്ചുകൊണ്ടാണ് എഴുതിയേക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ കവിതയുടെ പ്രമേയം, ഭാവം, ശബ്ദഭംഗി. പ്രമേയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഓവറോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് എന്താണ് എഴുതി വെച്ചേക്കുന്നതെന്നുള്ള, എന്തിനെക്കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നതെന്നുള്ളതാണ് പ്രമേയം കേട്ടോ. ഇപ്പം ഇതിനകത്ത് പാവയ്ക്കയെ കുറിച്ചാണ് എഴുതി വെച്ചേക്കുന്നത്, പാവയ്ക്കയുടെ ദുഃഖത്തെക്കുറിച്ചാണ് എഴുതി വെച്ചത്. നമുക്ക് പറയാം അതിൻ്റെ പ്രമേയം പാവയ്ക്കയുടെ ദുഃഖമാണ്. പിടികിട്ടിയ? ഇനി ഭാവം എന്ന് പറഞ്ഞാൽ ഇത് ദേഷ്യമാണോ സങ്കടമാണോ അതൊക്കെയാണ് ഭാവം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. സന്തോഷമാണോ? ഓക്കെ, അങ്ങനെ എടുക്കാം. ഇനി ശബ്ദഭംഗി. എന്താണ് ശബ്ദഭംഗി? ഇത് ഒരു മലയാളം പഠിക്കുന്ന ക്ലാസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. അത് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ച് പഠിക്കുക ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ എക്സാം സ്കില്ലിനെയാണ് ഫോക്കസ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഈ എന്താണ് പ്രമേയത്തിൻ്റെ കാര്യം പറയുന്നതിനകത്തോ ഭാവം പറയുന്നതിനകത്തോ ശബ്ദഭംഗി പറയുന്നതിനകത്തോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഡീകോഡ് ഇത് പറയുന്നതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നേക്കാം. ഓക്കെ, കാരണം നമ്മളിത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നല്ലോണം എഴുതാൻ പറ്റത്തുള്ളൂ. പഠിച്ചില്ലെങ്കിൽ എക്സാം സ്കിൽ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് പറയുന്നത്, പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും. ഓക്കെ. അപ്പോൾ ഇനി ശബ്ദഭംഗി എന്ന് പറഞ്ഞാൽ എന്തുവാ അർത്ഥം?
ശബ്ദത്തിൻ്റെ ഭംഗി അല്ലേ? ആ ആ എന്നുവെച്ചാൽ നല്ല നല്ല പദങ്ങൾ ഉപയോഗിച്ചിട്ടാണോ കവിത എഴുതിയേക്കുന്നത്, അതോ നമുക്ക് എന്താണ് വായിച്ച മനസ്സിലാകാത്തതാണോ, അതോ ഈ കവിതയ്ക്ക് യോജിക്കാത്ത അല്ലെ കവിതയ്ക്ക് മാച്ചാകാത്ത എന്താണ് പദങ്ങളാണോ എഴുതി വെച്ചേക്കുന്നതെന്നൊക്കെ പറയുന്ന സംഭവമാണ് എന്തോന്ന് ശബ്ദഭംഗി എന്ന് പറയുന്നത്. അല്ല മനസ്സിലായ? ആ ഓക്കെ. ഏ അത്യാവശ്യം അത്യാവശ്യം മനസ്സിലായാൽ മതി. ഉം. ഓക്കെ. പിന്നെ ആ സമകാലിക പ്രസക്തി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? സമകാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം, ഇപ്പം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയമുണ്ടല്ലോ, ആ ഈ സമയത്തിന് ഈ കവിതയ്ക്ക് എന്താണ് പ്രസക്തി, ആ എന്ത് പ്രാധാന്യമാണോ ഉള്ളത് കേട്ടോ, ആ അതാണ് എന്ന് പറഞ്ഞാല് എന്തോ സമകാലിക എന്ന് പറഞ്ഞാൽ സമകാലികം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേട്ടോ, ഇപ്പോൾ ആ ആ ഇപ്പോൾ ഇപ്പോഴത്തെ സമയം, ഇപ്പോഴത്തെ കാലം, നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആ കേട്ടോ. ഈ സമയം ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:41 എടുക്കരുത്. ആ ഈ സമയം എന്ന് വെച്ചാൽ നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലയളവ് ആ 2024. ആ ഈ 2024 എന്താണ് ഈ കവിതയുടെ പ്രസക്തി? ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ആസ്വാദനമായിട്ട് എഴുതേണ്ടത്. ഇതൊക്കെ പരിഗണിച്ച് എഴുതണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് മനസ്സിലായി ഇത് കവിതയാണ്, അതിൻ്റെ പേര് ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ, പിന്നെ ആലങ്കോട്ട് ലീലാകൃഷ്ണൻ, ഈ 3 കാര്യമില്ലേ? അപ്പോൾ നമുക്കത് വെച്ചിട്ടൊന്ന് എഴുതാം. ആലങ്കോട്ട് ലീലാകൃഷ്ണൻ ആ പേരെഴുതി. ആലങ്കോട്ട് ലീലാകൃഷ്ണൻ്റെ ഇനി എനിക്കാരുമില്ല ആ പേരെഴുതുക. ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിതയുടെ അല്ലെങ്കിൽ കവിതാശകലമാണ് കേട്ടോ. ശകലം എന്ന് പറഞ്ഞാല് എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ വലിയ കവിതയായിരിക്കും, ആ അതിനകത്ത് കുറച്ച് ഭാഗം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളായിരിക്കും. ആ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വലിയ കവിതയുടെ ഒരു ശകലം മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് കവിതാശകലം എന്ന് വേണമെങ്കിൽ എഴുതാം. ഇത് വലിയ കവിതയാണോ ചെറിയ കവിതയാണോ എന്നറിയാത്ത സ്ഥിതിക്ക് നമുക്ക് കവിതയെന്ന് മാത്രവും എഴുതാം. അപ്പൊ എന്താ പറഞ്ഞ ആലങ്കോട്ട് ലീലാകൃഷ്ണന്റെ ഇനി എനിക്കാരുമില്ല എന്ന് തോന്നുമ്പോൾ എന്ന കവിത ഇത് ഇന്ന് വായിച്ചു നോക്കുക. നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അത് വെച്ചിട്ട് എഴുതാം. ഇനി എനിക്കാരുമില്ലെന്ന് നിമേഷമീ മണ്ണിനെ നോക്കുക, നിറവെളിച്ചമായി കൈനീട്ടി നിൽപ്പുണ്ട് പ്രണയകോടികൾ, ജീവസഹോദരർ വഴിയിറമ്പിലെ പുല്ലുകൾ പൂവുകൾ, പുഴയിലായിരം നക്ഷത്രമീനുകൾ, ഋതുലയം ചേർത്തുപാടുന്ന പക്ഷികൾ, നിബിഡ കാനനം നീളെ പൂമ്പാറ്റകൾ, കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയ സോദരർ, മണ്ണിനെ കാത്തവർ, ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു, ഇനി നമുക്കൊരു വേണമീ ഭൂമിയിൽ, നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ. വല്ലതും വായിച്ചിട്ട് മനസ്സിലായോ? എന്തോ മനസ്സിലായി? ഈ പുല്ല് പൂവുകൾ പിന്നെ അങ്ങനെയുള്ള കാര്യമൊക്കെ മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായുള്ളൂ. നോക്കാം. ഇനി എനിക്ക് ആരുമില്ല, അത് സംഭവം നമുക്കറിയാം അല്ലേ? എനിക്ക് ഇനി ആരുമില്ല എന്നുള്ള തോന്നലാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മണ്ണിനെ നോക്കാൻ പറയുന്നുണ്ട്. കറക്റ്റ് ആ അർത്ഥമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഈ വാക്കിന്റെ അർത്ഥം വെച്ചാണ് ഇപ്പൊ എടുക്കുന്നത് കേട്ടോ. കവിതയ്ക്കകത്ത് ചിലപ്പോൾ കവി ഉദ്ദേശിക്കുന്ന ചില അർത്ഥങ്ങൾ കാണാം. അത് ഈ വാക്കുകൾ സാഹിത്യപരമായിട്ടുള്ള അർത്ഥം എടുത്തെങ്കിലേ അങ്ങനെ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു അർത്ഥം കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ വാക്കിന്റെ അർത്ഥം എടുക്കുകയാണ്. മണ്ണിനെ നോക്കാൻ പറഞ്ഞു. നിറവെളിച്ചമായി കൈനീട്ടി നിൽപ്പുണ്ട് പ്രണയ കോടികൾ.
ജീവസഹോദരർ, വഴിയിറമ്പിലെ പുല്ലുകൾ. അപ്പം വഴിയിറമ്പിൽ പുല്ലുണ്ടെന്ന് മനസ്സിലായി. ബാക്കി ഇതിൻ്റെ ഇടയ്ക്ക് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാവുകയാണെങ്കിൽ പറയണം കേട്ടോ. പിന്നെ വഴിയിറമ്പിൽ പുല്ലുകൾ നിപ്പുണ്ട്, പൂവ് നിപ്പുണ്ട്, പിന്നെ പുഴയിലായിരം, അപ്പം പുഴയിലൊക്കെ മീനുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഹൃദയം ചേർത്ത് പാടുന്ന പക്ഷികൾ, അപ്പോൾ പാടുന്ന പക്ഷികളുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ. നിബിഡ കാനനം എന്ന് വെച്ചാൽ, കാനനം എന്ന് വെച്ചാൽ കാടാണെന്ന് മനസ്സിലായി. നീളെ പൂമ്പാറ്റ, അപ്പോൾ കാട്ടിൽ നിന്ന് അറിയാൻ പൂമ്പാറ്റ ഉണ്ടെന്നുള്ളത് മനസ്സിലായി. കടലിലുണ്ട് നാം കാണാത്തൊരായിരം ഹൃദയ സോദരർ. അപ്പോൾ കടലിനകത്തുള്ള ജീവികളെ ആയിരിക്കും ഉദ്ദേശിച്ചേക്കുന്നത്. മണ്ണിനെ കാത്തവർ ഉടയ ദൈവത്തിനെണ്ണയും കൊണ്ടിതാ പുഴുവൊരാൾ സ്നേഹയാത്ര തിരിക്കുന്നു. അപ്പോൾ പുഴു എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഒറിജിനൽ പുഴുവിനെ തന്നെയാണോ എന്നുള്ളത് അറിയാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ അങ്ങ് വായിക്കുക. ഓക്കെ. ഇനി നമുക്കൊരു വേണ മീൻ ഭൂമി, ഇനി നമുക്കൊരു വേണം ഈ ഭൂമിയിൽ നിറയെ ജീവന്റെ ബന്ധുക്കളല്ലയോ എന്ന് വെച്ചാൽ ഈ ഭൂമിയിലുള്ളതെല്ലാം നമ്മുടെ ബന്ധുക്കളാണെന്നാണ് പറഞ്ഞ് വെച്ചേക്കുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ആലങ്കോട്ട് ലീലാകൃഷ്ണന്റെ ഡാഷ് ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത. കവിത എന്താണ്? അനാഥത്വം അല്ലേ? അനാഥത്വം എന്ന് വെച്ചാൽ എന്താണ്? ആരുമില്ലാത്ത അവസ്ഥ. അനാഥത്വം എന്ന പെൻസിലൂടെ പോയി. അനാഥത്വം, അനാഥത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിതയാണ്. അനാഥത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു കവിത. വീണ്ടും കവിത എന്ന് പറയണോ? സൂചിപ്പിക്കുന്ന ഒന്നാണ്. പോരെ? ഓക്കെ. അപ്പം എന്താണ് പറഞ്ഞേക്കുന്നത്? ഇനി ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത അനാഥത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴാണല്ലോ അനാഥത്വം തോന്നുന്നേ, അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ്, അല്ലേ? എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴല്ലേ അനാഥത്വം വരത്തുള്ളൂ. അപ്പൊ ഞാൻ അനാഥത്വം എന്ന വാക്കിനെയാണ് വീണ്ടും ഇവിടോട്ട് കൊണ്ടുവന്നത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ് ഇനി എനിക്കാരുമില്ല എന്ന അനുഭൂതി ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി എന്ന് എഴുതാം. വാക്കുകളൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. അനുഭൂതി എന്ന് വെച്ചാൽ എന്തുവാ? അനുഭൂതി എന്ന് പറഞ്ഞാൽ അനുഭവം കേട്ടോ, ഉണ്ടാവുന്നത്. അപ്പൊ അനുഭൂതി എന്ന് പറയുന്ന ഒരു വാക്ക് പഠിച്ചു. അനാഥത്വം അത് അറിയാവുന്ന വാക്കുകളൊക്കെയാണ്, പക്ഷെ നമ്മൾ അതിനെ ഒന്ന് സാഹിത്യപരമായിട്ട് എടുത്തു വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ വൃത്തിയാകും. ഡാഷ്, അതായത് ഈ ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത അനാഥത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ് എന്താണ് ഇനി എനിക്കാരുമില്ല എന്ന അനുഭൂതി ഉണ്ടാവുന്നത് കേട്ടോ. ചിലപ്പോൾ അനുഭൂതിക്കൊക്കെ പകരം വേറെ നല്ല വാക്കുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നത് അനുഭൂതി എന്നുള്ളൊരു വാക്കാണ്. എന്നാൽ പക്ഷെ ഈ കവിതയിൽ അയാൾ പറഞ്ഞ എന്തുവാ? നമ്മൾ ഒറ്റയ്ക്കല്ല, വേറെ ഇഷ്ടം പോലെ ജീവജാലങ്ങൾ ഭൂമിയിലുണ്ടെന്നുള്ള രീതിയിലല്ലേ പറഞ്ഞേക്കുന്നേ, അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നു എന്നാൽ അതൊരു തോന്നൽ മാത്രമാണെന്നും
ആ അതൊരു തോന്നൽ തോന്നൽ മാത്രമാണെന്നും എന്നാൽ അതൊരു തോന്നൽ മാത്രമാണെന്നും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും അല്ലേ ജീവജാലങ്ങളും നമ്മുടെ എന്താണ് സോദരർ അല്ലേ? അങ്ങനെ ഒരു വാക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളി അല്ലേ? എന്തായിരുന്നു? ഹൃദയ സോദരർ. കണ്ടോ? ആ വാക്കാണ് സോദരർ എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. സോദരൻ എന്ന് വെച്ചാൽ സഹോദരൻ എന്നുള്ള അർത്ഥം കേട്ടോ. നമ്മുടെ സോദരർ പരാവരണം സോദരർ ഭൂമിയിലെ, എന്നാൽ അത് ഒരു തോന്നൽ മാത്രമാണെന്നും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ സോദരർ ആണെന്നുള്ള സോദരർ ആണെന്നും പറയുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ സോദരർ പറയുന്നു. ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വന്നായിരുന്നു. ആണെന്ന് സോദരർ ആണെന്ന് സോദരർ ആണെന്ന് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മളുടെ സോദരരാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതെ, ബോധ്യപ്പെടുത്തുന്നു കേട്ടോ. ബോധ്യപ്പെടുത്തുന്നു അല്ലേ? നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലേ പുള്ളി? ബോധ്യപ്പെടുത്തുന്നു. നമുക്ക് ശരിക്കും ഈ കവിത എന്തുവാണെന്നോ അയാൾ ഉദ്ദേശിച്ചത് എന്തുവാണെന്നോ അറിയത്തില്ല. ഈ ചില വാക്കുകളുടെ അർത്ഥം വെച്ചിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അതുകൊണ്ട് ഇത് കറക്റ്റ് ഉത്തരവാണെന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഈ അത്യാവശ്യം മനസ്സിലായ വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യാം? എഴുതാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എഴുതിയേക്കുന്ന ചില വാക്കുകൾ അനാഥത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ് ഈ കവിത അല്ലെങ്കിൽ എന്ന അനുഭൂതി, അനാഥത്വം അല്ലെങ്കിൽ ആരുമില്ല എന്ന അനുഭൂതി, ആരുമില്ല എന്ന് എഴുതിയാലും മതി, ആരുമില്ല എന്ന അനുഭൂതി ഉണ്ടാവുന്നത്. എന്നാൽ അതൊരു തോന്നൽ മാത്രമാണെന്നും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ സോദരർ ആണെന്നും ബോധ്യപ്പെടുത്തുന്നു. നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലെ, നമ്മെ എന്നുള്ളത് വേണ്ട, കവി എന്ന് മതി. കവിയല്ലേ ബോധ്യപ്പെടുത്തുന്നത്? അപ്പൊ കവി ബോധ്യപ്പെടുത്തുന്നു. കണ്ടോ? കവി ബോധ്യപ്പെടുത്തുന്നു. പിന്നെന്താ നീ പറഞ്ഞേക്കുന്നേ? എന്താണ്? പുല്ലുകളും പൂവുകളും അല്ലേ? ബോധ്യപ്പെടുത്തുന്നു. ഇതാണ് കവിതയുടെ പ്രമേയം എന്ന് പറയുന്ന സംഭവം അല്ലേ? കവിതയ്ക്കകത്ത് പറഞ്ഞേക്കുന്ന ആശയങ്ങളാണ്. ഇനി നമുക്കതിന്റെ ഭാവം നോക്കാം. എന്താണ് ഭാവം? നമുക്ക് അനാഥത്വം എന്ന് പറയുന്ന ഭാവം എന്തുമായിരിക്കും? സന്തോഷമാണോ ദുഃഖമായിരിക്കും അല്ലേ? കവിതയിലുടനീളം എന്താണ്? കവിതയിലുടനീളം ഞാൻ ഉപയോഗിക്കുന്ന വാക്കൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. കവിതയിലുടനീളം എന്ന് വെച്ച അർത്ഥം എന്തുവാ? കവിതയിൽ മൊത്തത്തിൽ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഈ കവിത മൊത്തത്തിൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ സാഹിത്യപരമായിട്ട് ഇത് അങ്ങ് ഭയങ്കര സാഹിത്യമാണെന്നൊന്നുമല്ല കേട്ടോ. കവിതയിലുടനീളം എന്ന് പറഞ്ഞാൽ ഈ കവിത മൊത്തത്തിൽ എന്താണ്? ദുഃഖം തുളുമ്പി നിൽക്കുന്നതും അല്ലേ? ദുഃഖം
തുളുമ്പി. ആ അതൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് അങ്ങ് ഇടുവാണ്. ദുഃഖം, ഭയങ്കര ദുഃഖം എന്ന് പറയുന്ന പോലെ അല്ലേ, കണ്ണുനീരൊക്കെ ഇങ്ങനെ തുളുമ്പി നിൽക്കുക എന്നൊക്കെ പറയത്തില്ലേ. ആ അപ്പം നിലവിൽ കവിതയിലുടനീളം ദുഃഖം തുളുമ്പി നിൽക്കുന്ന ഭാവമാണ് ഭാവമാണ് അനുഭവപ്പെടുന്നത് അല്ലേ. ആ നമുക്ക് തോന്നിയത് അതല്ലേ, ആ അനുഭവപ്പെടുന്നതെങ്കിലും. ഞാൻ എങ്കിലും എന്നുകൊണ്ട് എഴുതാൻ കാരണം ഇവിടെ ഇനി അടുത്തത് പറയുന്നുണ്ടല്ലോ, ശബ്ദഭംഗി അല്ലേ, ശബ്ദഭംഗി. അപ്പം ഞാൻ അത് എടുക്കുവാണ്. നോക്കൂ, എന്താണ്, കവിതയിലുടനീളം ദുഃഖം തുളുമ്പി നിൽക്കുന്ന ഭാവമാണ് അനുഭവപ്പെടുന്നതെങ്കിലും ശബ്ദഭംഗി കൊണ്ട് അല്ലെങ്കിൽ ശബ്ദഭംഗിക്ക് പകരം ഞാൻ കുറച്ച് സാധനം കൂടെ എഴുതാം. ഏതൊക്കെ ശബ്ദമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കാം. എന്താണ്, പുല്ലുകൾ, പൂവുകൾ, പുഴയിലായിരം നക്ഷത്ര. അപ്പം പുല്ലുകൾ, പൂവുകൾ, നക്ഷത്ര മീനുകൾ, പിന്നെ പാടുന്ന പക്ഷികൾ, അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ ഇങ്ങോട്ട് എടുക്കുക. പുല്ലുകൾ, അത് ബാക്കി പൂരിപ്പിക്കുക. പുഴകളല്ലല്ലോ, പൂവുകൾ അല്ലേ. പൂവുകൾ, നക്ഷത്ര മീനുകൾ, നിബിഡ കാനനങ്ങൾ അല്ലേ. നിബിഡ കാനനങ്ങൾ. കാടിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ്ട് നിബിഡ കാനനം ഉണ്ടോ. നിബിഡ കാനനങ്ങൾ. പിന്നെന്തുവാ, ചില വാക്കുകൾ അതിൽ നിന്ന് എടുക്കുക. അതാകുമ്പോൾ ശബ്ദം എന്ന് പറയാം നമുക്ക് അല്ലേ. പിന്നെ ഹൃദയ സോദരർ, അത് നല്ലൊരു വാക്കാ അല്ലേ. പിന്നെ ഉടയ ദൈവത്തെ. അങ്ങനെ നമുക്ക് ഇപ്പം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത കുറച്ച് വാക്കുകളാണ് ഞാൻ എടുത്തെഴുതുന്നത്. ഹൃദയ സോദരർ എന്നീ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ എന്നീ വാക്കുകൾ എന്നുള്ളത് മാറ്റി ഞാൻ ശബ്ദം എന്നെടുക്കാൻ പോകും. എന്നീ ശബ്ദഭംഗികൾ കൊണ്ട് നമ്മുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ എന്ന് വെച്ചാ ശമിപ്പിക്കുക എന്ന് വെച്ചാൽ എന്തോ അർത്ഥം, നമ്മളെ ആശ്വസിപ്പിക്കുക എന്ന് പറയത്തില്ലേ, അല്ലെങ്കിൽ ദുഃഖം ഇല്ലാതാക്കുക എന്ന് പറയത്തില്ലേ. മനസ്സിലായില്ല. അപ്പം ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അപ്പം എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുന്നു, അപ്പം എൻ്റെ ദുഃഖത്തെ ശമിപ്പിച്ചു എന്ന് പറയും. പിടികിട്ടിയോ? അപ്പം ആ വാക്ക് ഓർത്ത് വെക്കുക, ശമിപ്പിക്കുവാൻ കേട്ടോ. പണ്ട് പഠിച്ച മലയാളം വാക്കുകളൊക്കെയാണ് അതൊക്കെ. ഇപ്പോൾ കറക്റ്റ് ഇതിന് മാച്ചാകുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നമ്മുടെ ദുഃഖത്തെ ശമിപ്പിക്കുവാൻ കവി ശ്രമിക്കുന്നുണ്ട് അല്ലേ. അതൊക്കെ വെച്ചിട്ട് കവി പറയുന്നില്ലേ, നമ്മൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും ഉണ്ട് എന്ന് പറയും. ശരിയല്ലേ. ഇനി സമകാലിക പ്രസക്തി. ഈ കവിത എന്ത് പ്രസക്തിയാ കൊണ്ടുവരുന്നേ? നമ്മുടെ നല്ല കാലത്ത്, നമ്മുടെ നല്ല സമയം എന്ന് എഴുതാം. നല്ല സമയത്ത് ചിരിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവർ പലരും കൊണ്ടെന്നുള്ളതൊന്നും എഴുതിയില്ല.
ഈ മൗസ് വെച്ച് നല്ലോണം എഴുതാൻ പറ്റുന്നില്ല. ചിരിച്ചുകൊണ്ട്, ബാക്കി ഊഹിച്ചെടുത്തോണം കേട്ടോ. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പലരും വീഴ്ച സമയത്ത്. എന്താണ് വീഴ്ച സമയം എന്ന് പറയുന്നത്? മോശ സമയം. വീഴ്ച സമയത്ത് കാണുകയില്ല എന്ന നഗ്ന സത്യം കേട്ടോ. നഗ്ന പച്ചയായ സത്യം കേട്ടോ. നഗ്ന സത്യം കാലഘട്ടത്തിന് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ സമയം, എല്ലാ കാലഘട്ടം, ഓരോ കാലത്തിനനുസരിച്ച് കേട്ടോ. നഗ്ന സത്യം കാലഘട്ടത്തിനനുസരിച്ച് വായിച്ചെടുക്കുവാൻ. അല്ലെങ്കിൽ ഈ കവിതയിൽ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. പിന്നെ സാധിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും ഇൻസിഡന്റ് വേണമെങ്കിൽ പറയാം. എന്താണ്? പ്രത്യേകിച്ചൊരു ഇൻസിഡന്റ് ഒന്നും ഓർമ്മ വരുന്നില്ല. അപ്പം ഇപ്പോൾ ഈ എന്താണ് മക്കളെ പേരൻസിനെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ എന്നുള്ള ഒരു സിറ്റുവേഷൻ, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന പേരൻസ് എന്നുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലും അപകടം പറ്റിക്കഴിയുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നുള്ള സിറ്റുവേഷൻ, അങ്ങനെ കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് പെട്ടെന്ന് എനിക്ക് അത് ചുരുക്കിയാണ് ഞാനിവിടെ ഇപ്പം ഒറ്റ ഇതായിട്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ വലിച്ചു നീട്ടണം. ഇപ്പോൾ ഒരു പുറത്തിലോ കണ്ടായിരിക്കും ഇത് എഴുതാൻ ചോദിക്കുന്നത്. എത്ര മാർക്കാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് നിങ്ങളെ പഠിപ്പിക്കുമ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് നോക്കണം. 6 മാർക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. 6 ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പേജ് ആവും. ഒരു പുറം എഴുതാനെന്ന് തോന്നുന്നു. ഞാൻ ഏതോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പം മനസ്സിലായി. അപ്പോൾ ഇത്രയും തന്നെ എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇതാകുമെന്ന് തോന്നുന്നു. ആ സമയം നമ്മൾ വെച്ചേക്കണം. ഇപ്പോൾ 6 മാർക്കാണെങ്കിൽ 6 മിനിറ്റ് എടുക്കാവുള്ളൂ ഇത് എഴുതാൻ. വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇനി കൺക്ലൂഡ് ചെയ്യുവാണ്. കൺക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ നിർത്തുവാണ്. അതിനൊരു നല്ലൊരു എൻഡിങ് കൊടുത്ത് നിർത്തുക. ആയതുകൊണ്ട് തന്നെ എല്ലാ കാലഘട്ടത്തിലും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ കവിത ഹൃദയ സ്പർശിയായ ആസ്വാദനം ഹൃദയസ്പർശിയായ ആസ്വാദനം സമ്മാനിക്കുന്നു. ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. കണ്ടോ? ഇപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കവിത നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണെന്നോ ഞാനിനി പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ എക്സാം സ്കില്ല് വെച്ചിട്ട് എന്ത് ചെയ്തു, ഇത്രേ എഴുതാൻ പറ്റി. കണ്ടോ? അപ്പൊ നമുക്കിനി ഒന്ന് വായിച്ചു നോക്കാം. ഇതിനകത്തുനിന്ന് നമ്മളത് എഴുതാൻ വേണ്ടിയിട്ട് കവിതയാണെന്ന് താണ്ട് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി. അതിൻ്റെ പ്രമേയം എഴുതണമെന്ന് പറഞ്ഞു, ഭാവം എഴുതണമെന്ന് പറഞ്ഞു, ശബ്ദഭംഗി എഴുതണമെന്ന് പറഞ്ഞു, സമകാലിക പ്രസക്തി
ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം ആസ്വാദനം തയ്യാറാക്കാൻ എന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ ഓരോ സെൻറ്റൻസും ഇതിന് മാറ്റാവുന്ന രീതിയിലേക്ക് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് ഈ സാധനം എങ്ങനെയാണ് കൃത്യമായി എഴുതണ്ടേന്നുള്ള അറിയത്തില്ലെങ്കിൽ ചെയ്യേണ്ട പരിപാടിയാണ് ഞാനീ പറഞ്ഞത്. അറിയാമെങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഇങ്ങനൊന്നും തപ്പിയെടുത്ത് എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ അറിയാമെങ്കിൽ ആ നല്ല രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ. ഇത് ഒന്നും അറിയത്തില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഡീകോഡ് ചെയ്ത് എഴുതേണ്ടതെന്നുള്ളതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊന്ന് വായിച്ചു വെച്ചു. അപ്പോൾ എന്നിട്ട് അവസാനം ഇവിടെ ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഇത് നല്ല ആസ്വാദന സമ്മാനിക്കുന്ന ഒരു കവിതയാണെന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ എനിക്ക് നല്ല ആസ്വദിക്കാൻ പറ്റി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇനി എനിക്ക് ആരുമില്ലെന്ന് തോന്നുമ്പോൾ എന്നുള്ള ഈ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന അവിടെ ഒരു അനാഥത്വത്തിൻ്റെ ഫീലിംഗ് ആണ് ഈ കവിത പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇത് ഓരോന്ന് ലൈനായിട്ട് വായിക്കുമ്പോൾ ചില വാക്കുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, മനസ്സിലായുള്ളൂ അല്ലേ. അപ്പോൾ ആ വാക്കുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്തേക്കുന്നത്, ഇത് എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ ഈ കവിത എഴുതിയ ആളിൻ്റെ പേര് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പേര് വെച്ച് തന്നെ നമ്മളതങ്ങ് തുടങ്ങി അല്ലേ. ആലങ്കോട്ട് ലീലാകൃഷ്ണൻ്റെ ഇനി എനിക്കാരുമില്ലെന്ന് തോന്നുമ്പോൾ എന്ന കവിത അനാഥത്വത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ശരിയല്ലേ. എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നലിൽ നിന്നാണ് ആരുമില്ല എന്ന അനുഭൂതി ഉണ്ടാവുന്നത്. അതെ, അനുഭൂതി എന്നുള്ള വാക്ക് ഒരു മിസ്മാച്ചിങ് തോന്നുന്നുണ്ട്, എങ്കിലും കിടക്കട്ടെ. എന്നാൽ അതൊരു തോന്നൽ മാത്രമാണെന്നും ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നമ്മുടെ സോദരർ ആണെന്നും കവി ബോധ്യപ്പെടുത്തുന്നു. ബോധ്യപ്പെടുത്തുന്നു വേണേൽ എഴുതാം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു എന്നും എഴുതാം കേട്ടോ. ബോധ്യപ്പെടുത്തുന്നു എന്നുള്ള വാക്കിന് പകരം ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് പറയാം. പിന്നെ കവിതയിലുടനീളം ദുഃഖം തുളുമ്പി നിൽക്കുന്ന ഭാവമാണ് അനുഭവപ്പെടുന്നതെങ്കിലും കേട്ടോ, ഇങ്ങനെ ദുഃഖം നിറച്ചു നിർത്തിയേക്കുന്ന ഒരു കവിതയാണെങ്കിലും പക്ഷെ നമുക്കവിടെ സന്തോഷിക്കാൻ പുള്ളി വേറെ നമുക്ക് ഒത്തിരി ബന്ധുക്കളുണ്ടെന്നുള്ള രീതി പറയുന്നതുകൊണ്ടാണ് എങ്കിലും എന്നുകൊണ്ട് നിർത്തിയത്. പുല്ലുകൾ, പൂവുകൾ, നക്ഷത്ര, മീനുകൾ, നിബിഡ കാനനങ്ങളിലുള്ള എന്താണ് ശലഭങ്ങളോ അങ്ങനെയുള്ള ജീവജാലങ്ങളും കടലിനകത്തുള്ള ജീവജാലങ്ങളും എല്ലാം നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ എടുത്തു വെച്ചിട്ട് അതിൻ്റെ ശബ്ദഭംഗികൾ കൊണ്ട് നമ്മുടെ ദുഃഖത്തെ അദ്ദേഹം ശമിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നല്ല സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പലരും, അത് ഇന്നത്തെ കാലഘട്ടത്തെ കമ്പയർ ചെയ്ത് പറയുന്നതാണ് കേട്ടോ. അവിടെയും വേറെ നല്ല സെൻറ്റൻസുകളൊക്കെ ഉപയോഗിക്കാം. നമ്മുടെ നല്ല സമയത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പലരും വീഴ്ച സമയത്ത് കാണുകയില്ല എന്ന നഗ്ന സത്യം കാലഘട്ടത്തിനനുസരിച്ച് ഈ കവിതയിൽ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ചും ഏത് കാലത്തിരുന്ന് വായിച്ചാലും ഈ കവിത ആ കാലവുമായിട്ടും എന്താണ് മാച്ചാവുന്നു എന്നാണ് അത് ഉദ്ദേശിച്ചേക്കുന്നത്. ആയതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഈ കവിത ഹൃദയസ്പർശിയായ ആസ്വാദനം സമ്മാനിക്കുന്നു. ഉണ്ടോ? അപ്പോൾ ഞാൻ എഴുതിയത് കണ്ടോ, ഇതിനകത്ത് കുറേ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതേപോലെ സമ്മാനിക്കുക. നമുക്ക് എന്തെങ്കിലും കാര്യം തരുന്നതിന് വേണേൽ സാഹിത്യത്തിൽ സമ്മാനിക്കുന്നു എന്ന് പറയാം. പിന്നെ ഹൃദയസ്പർശിയായ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടുക എന്ന് പറയും. അതാണ് ഹൃദയസ്പർശി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു കാലഘട്ടത്തിനനുസരിച്ച്. പിന്നെ വീഴ്ച സമയത്ത്, നമ്മുടെ മോശം സമയം എന്നുള്ളതിന് പകരം ഞാൻ വീഴ്ച സമയം എന്ന് കൊടുത്തു. പിന്നെന്താണ്, ദുഃഖത്തെ ശമിപ്പിക്കുന്നു. പിന്നെ തുളുമ്പി നിൽക്കുന്ന ഭാവമാണ് കവിതയിലുടനീളം ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുക. നമ്മുടെ സഹോദരനാണെന്നും കവിയിലെ ബാക്കിയെല്ലാം കവിതയ്ക്കകത്ത് തന്നെ ഉള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ കണ്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുക? അനാഥത്വം എന്ന് പറയുന്നൊരു വാക്കെടുക്കാം, അനുഭൂതി എന്ന് പറയുന്ന വാക്കെടുക്കാം അല്ലേ, ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളൊരു വാക്കെടുക്കാം, ശമിപ്പിക്കുന്നു എന്നുള്ളൊരു വാക്കെടുക്കാം, വീഴ്ച സമയത്ത് എന്നുള്ളൊരു വാക്കെടുക്കാം, കാലഘട്ടത്തിനനുസരിച്ച് എന്നുള്ള വാക്കെടുക്കാം, വായിച്ചെടുക്കുവാൻ എന്നുള്ളൊരു വാക്കെടുക്കാം. വായിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കവിത വായിക്കുകയോ കഥ വായിക്കുകയോ
അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് അയാളുടെ സ്വഭാവം വായിച്ചെടുക്കുകയും അങ്ങനെ ആ രീതിയിലൊക്കെ പറയുമ്പോൾ വായിച്ചെടുക്കുവാൻ എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം. പിന്നെ ഹൃദയസ്പർശിയായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മനസ്സിൽ തട്ടിയ, മനസ്സിനോടടുത്ത് നിൽക്കുന്ന എന്നൊക്കെയുള്ള രീതിയിൽ. സമ്മാനിക്കുന്നു, നമുക്ക് നൽകിയത് നമുക്ക് എന്തെങ്കിലും കാര്യം തന്നെന്ന് വെച്ചോ. ഇപ്പോൾ നമുക്കൊരു ബുക്ക് തന്നു, അപ്പം ബുക്ക് സമ്മാനിച്ചു, എനിക്ക് അയാൾ ബുക്ക് സമ്മാനിച്ചു എന്നൊക്കെ പറയാം. അതൊക്കെ ഒരു സാഹിത്യ രൂപം പറയുന്നതേ ഉള്ളൂ. അപ്പം അത്തരം വാക്കുകൾ മാത്രമേ ഞാൻ എന്ത് ചെയ്തുള്ളൂ, എൻ്റെ കയ്യിൽ നിന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം ഈ കവിതയിൽ നിന്ന് മാത്രം എടുത്തെഴുതി വെച്ചേക്കുന്നതാണ്. കണ്ടോ? അപ്പോൾ ഇതേപോലുള്ള കുറച്ച് വാക്കുകൾ അപ്പോൾ ഇതിനകത്തൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. ഇത് അനാഥത്വം എഴുതിക്കോ. അനാഥത്വം, അനുഭൂതി, ബോധ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ രണ്ടും രണ്ട് വാക്കായിട്ട് എടുത്തു. ഓർമ്മപ്പെടുത്തുന്നു, ബോധ്യപ്പെടുത്തുന്നു. പിന്നുള്ളത് ശമിപ്പിക്കുന്നു. പിന്നെ വേണത് അനുഭവപ്പെടുന്നു, ആ വാക്കെടുക്കാം. എന്നുവെച്ചാൽ എന്തെങ്കിലും കാര്യം ഇപ്പം നമുക്ക് കഥ വായിച്ചു, അപ്പം നമുക്ക് ദുഃഖം അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ സന്തോഷം അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയാം. ഇനി കവിത വായിച്ചു, അപ്പം നല്ല ഈണം, താളം അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ആ വാക്ക്. പിന്നെ ശമിപ്പിക്കുവാൻ, വീഴ്ച, കാലഘട്ടം, വായിച്ചെടുക്കുവാൻ, ഹൃദയസ്പർശിയായ, സമ്മാനിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും വാക്ക് വെച്ചിട്ട് നാളെ ഒരാസ്വാദനം എഴുതിയിടണം. ഇന്ന് നാളെ ആയിട്ട് കേട്ടോ, ഗ്രൂപ്പിൽ എഴുതിയിടണം. ഇതിൻ്റെ തന്നെ, അതായത് ഈ ഒരു കവിത അത് വെച്ചിട്ട് തന്നെ കേട്ടോ. ഞാൻ വാട്സപ്പിൽ ഇട്ടുതരാം.